ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. നമ്മുടെ മോഡൽ ബിരീഷ് ചേച്ചിയാണ്. ചേച്ചിനെ കണ്ട എല്ലാവർക്കും തന്നെ മനസ്സിലാവും, ചേച്ചി ഒരു യൂട്യൂബറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നോളജ്, എന്തൊക്കെ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന അതിൻ്റെ ഫോട്ടോസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. കാരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ ഫുൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. മാക്സിമം എല്ലാത്തിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ മേക്കപ്പിൻ്റെ ആണെങ്കിലും ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ആണെങ്കിലും ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്തായാലും. അപ്പം എല്ലാവരും കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയൊക്കെ അറിയിക്കുന്നുണ്ട് വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന്. താങ്ക് യു സോ മച്ച്, കീപ് സപ്പോർട്ടിങ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പം ഇനിയും നല്ല പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒത്തിരി നല്ല വീഡിയോസ് വരുന്നതായിരിക്കും മേക്കപ്പിൻ്റെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ബിനീഷ് ചേച്ചി. ചേച്ചിനെ കേൾക്കാൻ തന്നെ അറിയാമായിരിക്കില്ലേ, കണ്ടിട്ടുണ്ടാവും ഏകദേശം. ചേച്ചി ഷോർട്സിലൊക്കെ ഭയങ്കര വൈറൽ കപ്പിൾസ് ആട്ടോ ഇവർ. അപ്പോൾ ചേച്ചിനെയാണ് നമ്മൾ മിക്കവാറും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ട് നമ്മൾ PSCൻ്റെ ടോണിക് മിസ്റ്റ് ആട്ടോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽസും അതേപോലെ സ്കിൻ പ്യൂരിഫൈ ചെയ്യാനും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് ആട്ടോ ഇത്. നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറാട്ടോ യൂസ് ചെയ്യുന്നത്. അത് മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ B5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റില്ല, നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ പ്രൈമറാട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ PSCൻ്റെ തന്നെ ഒരു ഓയിൽ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈമറാണ്. ഭയങ്കരമായിട്ടുള്ള ഓയിൽ സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യേണ്ട, കാരണം ഇത് അത്യാവശ്യം നന്നായിട്ട് ഒരു ഓയിലി ഫീൽ നമുക്ക് തരും. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പം നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ ഈ പ്രൈമർ. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഐബ്രോ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണോ ഐബ്രോൻ്റെ ഷേപ്പ് അതേപോലെ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് യൂറോപ്പ് ഗേളിൻ്റെ ഐബ്രോ പാലറ്റാണ്. നമുക്കൊരു 3 ഷെയ്ഡ് അവൈലബിൾ ആണ് അതിൻ്റെ അകത്ത്. മെയിനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡ് ആ സെൻറ്ററിലുള്ളൊരു ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാട്ടോ. കാരണം ബ്ലാക്ക് വെച്ചോ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ചേച്ചീൻ്റെ ഐബ്രോ നല്ല നീറ്റായിട്ടുള്ള ഐബ്രോസ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി പണിയില്ല, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇട്ടു എൻഡ് വരെ നന്നായിട്ട് നല്ല ഷേപ്പിൽ കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഐബ്രോൻ്റെ അടി ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ സിനിമ സീക്രട്ടിൻ്റെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ കളർ എന്താണോ അതിനേക്കാൾ ഒരു പൊടിക്ക് ബ്രൈറ്റർ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ നമ്മുടെ ഐബ്രോ ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്താണ് നമ്മുടെ ഐബ്രോൻ്റെ ഷേപ്പ് അതിൻ്റെ തൊട്ടടിയിൽ കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറിയൊരു ബ്രഷ് വെച്ച് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ ഐ മേക്കപ്പിന് മുന്നേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങൾക്കും ഓരോരുത്തർക്കും ഓരോരോ മെത്തേഡുണ്ട്. നമുക്ക് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഫുൾ ഫൗണ്ടേഷൻ, ഫേസ് ഫുൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടേ ബേസിലേക്ക് കടക്കാറുള്ളൂ, ഫേസിൽ ബേസിലേക്ക് കടക്കാറുള്ളൂ. വേറൊന്നുമല്ല, ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ചിലപ്പം ഫേസിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അത് പിന്നീട് നമുക്കത് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ എപ്പോഴും ഐ മേക്കപ്പും ഐബ്രോസും കഴിഞ്ഞിട്ട് ഞാൻ ബേസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ ചെയ്യാം. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ചെറിയൊരു നനവുണ്ടെങ്കിൽ നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നല്ല സുഖമായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കൺസീലർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റേൻ്റെ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യാറ് പൊതുവേ. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടാൻസാൻഡ് എന്ന് പറഞ്ഞുള്ള ഷെയ്ഡാണ്. ഇതൊരു മീഡിയം സ്കിൻ ടോണിനൊക്കെ പറ്റുന്ന ഒരു നല്ല കൺസീലർ ആട്ടോ. അതേപോലെ തന്നെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് നല്ലൊരു കവറേജ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റംസ് ആട്ടോ ഇത്. അങ്ങനെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിൻ്റെ കണ്ണിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ പ്രൊഡക്റ്റ് നമുക്ക് കുറച്ച് ഡ്രൈ ആക്കുന്ന പ്രൊഡക്റ്റാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ അത്ര പ്രിഫർ ചെയ്യില്ല. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ നമുക്കത് ഡ്രൈ ആവും. ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ കൺസീലിംഗ് കഴിഞ്ഞ് ഞാൻ പൗഡർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പൗഡർ സെറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മാക്കിൻ്റെ NC43.5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് ആ കോമ്പാക്റ്റ് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഒരു കണ്ണിൻ്റെ ഐ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഞാൻ യൂറോപ്പ് ഗേളിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് വെച്ചിട്ടാണോ ഞാൻ ഐ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മൾ അതിൻ്റെ അത് യൂസ് ചെയ്യുന്ന ഗ്ലിറ്റർ PACൻ്റെ ന്യൂട്രൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ ഷാഡോ പാലറ്റിൽ നിന്നാണ്. എൻ്റെ അന്ന് ഈ ഒരു ഗ്ലിറ്റർ ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. KTPൻ്റെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഫൗണ്ടേഷനാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ ചേച്ചിക്ക് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഷെയ്ഡ് നമ്പറേ ഇതിൻ്റെ അകത്തുള്ളൂ, മറ്റേ സ്റ്റിക്കർ കാണാനില്ല. നമുക്ക് എല്ലാ സ്കിൻ ടോണിലുള്ള ഫൗണ്ടേഷൻ നമുക്ക് മേടിച്ച് വെക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഒരു ഫെയർ ടോണും ഒരു മീഡിയം അങ്ങനത്തെ ഒരു ഡാർക്കർ ഷെയ്ഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെയുള്ള ഷെയ്ഡ് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് എല്ലാ ഷെയ്ഡിനും കറക്റ്റായിട്ടുള്ള ഫൗണ്ടേഷൻസ് മേടിച്ച് വെക്കണം എന്നില്ല. നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അതുപോലെ ഞാൻ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ടായിരിക്കും കേട്ടോ. നമുക്ക് ബ്രഷ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കവറേജ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാനും നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ഷുഗറിൻ്റെ ക്രീസ്ലെസ് കൺസീലർ ആട്ടോ യൂസ് ചെയ്യുന്ന. ഷെയ്ഡ് വന്നിട്ട് 14 ബ്രേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. അതായത് ഭയങ്കര ഡ്രൈ ഒന്നും ആവത്തില്ല, നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനും നന്നായിട്ട് അത്യാവശ്യം നല്ല കവറേജും കിട്ടുന്ന ഒരു കൺസീലർ ആട്ടോ ഇത്. അതേപോലെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്.
നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൺസീലർ ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർ ഒത്തിരി പൗഡർ യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഫേസിൽ ഞാൻ പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ ഫേസും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് നമ്മുടെ സെയിം മേലിട്ട് ഐ ഷാഡോ ആ കളർ തന്നെ കണ്ണിൻ്റെ ജസ്റ്റ് ആ ലൈൻ ചെയ്യുന്നതിൻ്റെ അടിയിലും ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണിന് കുറച്ചും കൂടെ ഐ മേക്കപ്പിനൊരു ഫിനിഷിങ് കിട്ടും. അതേപോലെ തന്നെ കണ്ണ് കുറച്ചും കൂടെ നമുക്കൊരു വലിപ്പം തോന്നിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കണ്ണിൻ്റെ അടിയിലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ മെബിലൈൻ്റെ കാജൽ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടാതെ ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ ജെൽ ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട്. കാരണം സ്പ്രെഡ് ആവാതിരിക്കാനും കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആവാനും വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ മുകളിൽ എഴുതിയ ഷുഗറിൻ്റെ ജെൽ ലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ അടിഭാഗത്ത് ഒന്നും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടി ജസ്റ്റ് ഞാൻ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അടിഭാഗം ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് കാണാൻ വേണ്ടി കുറച്ചും കൂടി ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ അടിയിലെ ലാഷസിൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ യൂസ് ചെയ്ത് PSCൻ്റെ സെയിം മസ്കാര തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അത് 2 ബ്രഷ് അവൈലബിൾ ആണ്. ഒന്ന് മീഡിയം ബ്രഷും പിന്നെ ഒരെണ്ണം സ്മോൾ ആയിട്ടും വരുന്നതാണ്. സ്മോൾ ബ്രഷ് നമുക്ക് കണ്ണിൻ്റെ അടിയിലെ ലാഷസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതേപോലെ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ബ്ലഷാണ്. ഞാൻ മിലാനീൻ്റെ ഒരു ക്രീം ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. നല്ല പിഗ്മെൻറ്റഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഒരു ഗ്ലാസ് സ്കിൻ ലുക്കൊക്കെ നമുക്ക് ഈ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ലൊരു ഗ്ലോ കിട്ടും ഫേസിന് കേട്ടോ. ബ്ലഷിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 130 ബ്ലഷിംഗ് ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. നല്ല ഷെയ്ഡാണ്. ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കിത് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാവുന്ന കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതെല്ലാവരും എന്നോട് കമൻറ്റിൽ ചോദിച്ച ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇതേതാ ലിപ്സ്റ്റിക് എന്ന് കുറേ പേര് ചോദിച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. 172 എന്നാണ് ഇതിൻ്റെ അകത്ത് ഷെയ്ഡ് നമ്പർ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് 172 പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അതല്ല ഷെയ്ഡ് അങ്ങനെ ഒരു ഷെയ്ഡ് ഇല്ല എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയാണ് കാണിക്കുന്നത്. അതാണ് ഞാൻ ഇത്രയും വലിയ ക്ലിപ്പ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷോപ്പിൽ പോയി ഷുഗറിൻ്റെ പ്രൊഡക്റ്റ് ഇടുന്ന സ്ഥലത്ത് പോയി ചോദിക്കുക. ഇത് നല്ലൊരു ലിപ് ഷെയ്ഡാണ്. ഒത്തിരി ഭയങ്കര ബ്രൈറ്റായിട്ട് ലിപ്സ്റ്റിക്ക് വേണ്ടാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പിങ്കിഷ് മാറ്റ് ലിപ്സ്റ്റിക് ആട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 849 ആട്ടോ. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് ഞാൻ മിസ് ക്ലെയറിൻ്റെ ബർഗണ്ടി L04 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാ ന്യൂഡ് ഷെയ്ഡുകളും നമുക്ക് ചേരണം എന്നില്ല. അപ്പം നമുക്കൊരു ഡാർക്ക് ഷെയ്ഡ് ലിപ്പ് കൊണ്ട് ലിപ്പ് ലൈനർ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലിപ്പ് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നമുക്ക് ഇട്ടേക്കുന്ന ന്യൂഡ് ഷെയ്ഡ് നമുക്കൊന്നും കൂടെ മാച്ചായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതേപോലെ ലിപ്പിന് കുറച്ചും കൂടെ നല്ലൊരു ഷേപ്പ് കിട്ടുന്നതായിട്ടും ഫീൽ ചെയ്യും. ഗൈസ്, അപ്പോൾ ഇതാട്ടോ നമ്മുടെ മെയിൻ താരം അർബൻ ഡിക്കൻ്റെ ഓൾ നൈറ്റർ ഫേസ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അതേപോലെ ഇതൊരു ഓൾ ഡേ വെയർ ആണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. ടെമ്പറേച്ചർ കൺട്രോളർ ടെക്നോളജി എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് ആയിട്ടുള്ളൊരു അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന് മേടിച്ച് എനിക്ക് കൈ കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. എൻ്റെ കസിൻ പുറത്തുനിന്ന് വന്നപ്പം ഞാൻ അവിടുന്ന് പ്രത്യേകം പറഞ്ഞ് വരുത്തിപ്പിച്ച ഒരു സംഭവം കേട്ടോ. അടിപൊളി. അതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ്. മേക്കപ്പ് അടിപൊളിയായിട്ട് ലാഭമാണ്. നമ്മളെ ഹെൽത്ത് അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വരുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മേക്കപ്പ് ഫിനിഷ് ചെയ്തു. മേക്കപ്പിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയാറുണ്ടായിരുന്നു ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ വീഡിയോ ചെയ്ത് ഹെയർ സ്റ്റൈലിങ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓപ്പൺ ലൂസ് ഹെയർ ആയിട്ടുള്ള ലൂസ് കേൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഇന്ന് ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹെയറിൻ്റെ ക്രൗൺ പോർഷൻ ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ക്രിമ്പർ വെലോസിറ്റീൻ്റെ ക്രിമ്പറാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഏതാണ് ക്രിമ്പർ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വെലോസിറ്റീൻ്റെ ക്രിമ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്ന അയണർ വേഗൻ്റെ അയണറാണ് കേട്ടോ. അപ്പം ജസ്റ്റ് അടിയിൽ ഒരു സെക്ഷൻ എടുത്തിട്ട് ഓരോ പോർഷൻ എടുത്ത് ജസ്റ്റ് അയൺ കേൾസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് അയൺ കേൾസ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഫിനിഷിങ്ങിലുള്ളൊരു കേൾസ് കുറച്ചും കൂടി ഷൈനിങ് ആയിട്ട് നീറ്റായിട്ടുള്ള കേൾസ് എനിക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അയൺ കേൾസ് തന്നെ കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യാറ്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് വാട്ടോ.
അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മൾ ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കൊടുത്തിട്ടുണ്ടാവും, ഇൻസ്റ്റ ഐഡിയും കൊടുത്തിട്ടുണ്ടാവും.
വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇനിയും ക്ലിയർ ചെയ്യാനുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യുക, ഞാൻ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം എല്ലാവർക്കും തന്നെ കമൻറ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയവരെല്ലാവരും കമൻറ്റ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.